ഇതാ മുടി ഉണ്ടോ, നല്ല നീളമുള്ള മുടി. എനക്ക് മുറിക്കാനൊന്നും ഇഷ്ടമില്ല. ഷോൾ ആഗ്രഹം പറഞ്ഞുകൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ പാർലറിലെത്തി നമ്മളെ മുടി മുറിക്കാൻ വേണ്ടിയിട്ട് വന്നത്. പാർലർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് പാർലർ. ഇത് അരിശ്ശേരി. ഇളഞ്ഞിട്ടുണ്ട് മുടി മുറിക്കാൻ. അവളെ മുടീൻ്റെ നീളം നോക്കുന്നതാണ്. കാണിച്ചു തരാം. ഇത് ജനിച്ചപാടുള്ള മുടിയാണ്. ജനിച്ച മുടി നമ്മൾ മുട്ടയടിച്ചിട്ടൊന്നുമില്ല, ഒന്നും കളഞ്ഞിട്ടില്ല. അതേ നമ്മൾ പാർലറിലെല്ലാം പോയി ഇങ്ങനെ വടിച്ചെടുക്കാൻ പറഞ്ഞപ്പോഴല്ലോ ഒരു പറയുന്നത് നല്ല മുടിയല്ലേ, നിങ്ങൾ കളയണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അന്നേരമുള്ള മുടിയായത്. അച്ഛന് മുറിക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ ഓളിങ്ങനെ പേഷ്യൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആഗ്രഹം പറഞ്ഞുകൊണ്ട് ഒരു പറഞ്ഞ എന്നാ നീ മുറിച്ചേക്ക് എന്നിട്ട് അങ്ങനെ വിട്ടതാ. ആദ്യം ഇങ്ങനെ ഷോർട്ടാക്കി മുറിച്ചിട്ട് രസം ഉണ്ടെങ്കിൽ പോയി കട്ടാക്കാം. അതിനു വേണ്ടിയിട്ട് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് വന്ന് ബാഗ് വരെ മുറിക്കുന്നു. ഇവളോട് പറഞ്ഞത് 12 സെന്റിമീറ്ററാണ്. ടീച്ചറെ വിളിച്ചിട്ട് എടുക്കുന്നില്ല ഫോണ്. ആണല്ലേ, അങ്ങനെ ചെയ്തോട്ടുണ്ണി. മുടി ഡൊണേറ്റ് ചെയ്തത് 12 ഇഞ്ച് മുതൽ 16 ഇഞ്ച് വരെയെന്നാണ് പറഞ്ഞത് ചോദിച്ചപ്പോൾ. മോളെ മുടി 29 ഇഞ്ച് ഉണ്ട്. ആ മുടിയെ മുറിക്കുന്നത് ജനിച്ചപ്പോൾ മുതലുള്ള മുടിയാണ്. ജനിച്ച മുടി മുട്ടയടിക്കും അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ആ മുടി അങ്ങനെ തന്നെ വെച്ചതാണ്. ഇങ്ങനെ മുടി മുറിക്കാൻ വേണ്ടി മുടി വാഷ് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. മുടി വാഷ് ചെയ്യും. കംഫർട്ടാണ് എനിക്ക് വാഷ് ചെയ്യുമ്പോൾ കോട്ടൺ ഡ്രസ്സാണ് വേണ്ടത്. ഇതിട്ട് ഊരിപ്പോകും. പൊന്തിച്ചിരുന്ന് തന്നാൽ മതി. അങ്ങനെ മുടി വാഷ് ചെയ്യുന്ന ഓള് തന്നെ വയ്ക്കുന്നതാ വിളിച്ചന എടുക്കുമ്പോ കുറേ
മുടിയെല്ലാം കഴുകി അമ്മ ഇരിക്കുന്നുണ്ട്. വേറെന്തല്ലോ കണ്ട അടന്നോ നിങ്ങളെ വീടല്ലേ എൻ്റെ അടുത്താ? പാറപ്പുറം. എന്നാ പേര്? ഷിംലു. വീട് എവിടെയാ? അപ്പൊ എങ്ങനെ പോവാ? രാത്രിയാവൂലേ? മുടി മുറിക്കുന്നാണ്. അങ്ങനെ കത്തുന്നുണ്ട്. സാരമില്ല അല്ലേ ഉണ്ണി? എത്രയും സങ്കടമുണ്ടാ? അത് ശരിയാ, നല്ലേനെ തന്നെ കൊടുത്ത്. മോനെന്താ ഇരിക്കുന്നേ? ഉണക്കി വെക്കുന്നുണ്ട്. ആളെ അത് നിൽക്കുന്ന കൊടുക്കാം. നോക്കിനെ ഇങ്ങോട്ട് വയ്ക്കാം. അങ്ങനെ ഗൈസ് മുടിയെല്ലാം മുറിച്ച് ഓള് വിചാരിച്ച പോലെ തന്നെ മുടിയെല്ലാമായി. ഞാൻ മുടി മുറിച്ചത് ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാ ഗൈസ് മുടി മുറിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ മുടി മുറിക്കുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടേനു. പിന്നെ ഇത് നല്ല കാര്യമല്ലേ ചെയ്യുന്ന വിചാരിച്ചുകൊണ്ട് ഓള് പിന്നെ സമാധാനപ്പെട്ട്. അച്ഛനെല്ലാവരും ഭയങ്കര സങ്കടേനു. ജനിച്ചപ്പം മുതലുള്ള മുടിയാ.